നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചോപ്പർ കൺട്രോൾഡ് ഡി സി മോട്ടർ അല്ലെങ്കിൽ ചോപ്പർ കൺട്രോൾഡ് ഡി സി ഡ്രൈവ്സിൻ്റെ മോട്ടറിങ് ഓപ്പറേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ചോപ്പർ കൺട്രോൾ ഡി സി ഡ്രൈവ്സിലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഇന്നലത്തെ ക്ലാസ്സിൽ ആ ഇൻട്രൊഡക്ഷൻ്റെ സ്ലൈഡിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻ്റ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്ലൈഡ് തന്നെയാണ് ഇവിടെ ഇപ്പോഴും കാണിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ സ്ലൈഡിൽ ലെഫ്റ്റ് സൈഡിലെ ഫിഗറിൽ മോട്ടറിങ് ഓപ്പറേഷനും റൈറ്റ് സൈഡിലെ ഫിഗറിൽ ബ്രേക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. നിങ്ങൾക്കറിയാം there are 3 different types of electric braking. നമ്മൾ ഇവിടെ സ്പെസിഫിക്കലി പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. അല്ലാതെ പ്ലഗിങ്ങോ അതല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിങ്ങോ റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങോ അതല്ല നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ മോട്ടറിങ് കൺട്രോളിൻ്റെ ഡയഗ്രാം നോക്കുമ്പോഴും അതിൻ്റെ ആ കാണിച്ചിരിക്കുന്ന ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും മോട്ടറിങ് ഓപ്പറേഷൻ്റെ സമയത്ത് വോൾട്ടേജും കറണ്ടും പോസിറ്റീവാണ്. വേറസ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് വോൾട്ടേജ് പോസിറ്റീവാണ്, കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിൻ്റെ പൊളാരിറ്റി ഇവിടെ റിവേഴ്സ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ ആ ഇൻട്രൊഡക്ഷൻ്റെ സ്ലൈഡിൽ കൊടുത്തിരുന്ന അതേ സെയിം സർക്യൂട്ട് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. സ്വിച്ചസിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ് നമുക്ക് എങ്ങനെ ഒരു ഡി സി ചോപ്പർ ഡ്രൈവ്സ് അല്ലെങ്കിൽ നമുക്ക് ചോപ്പർ കൺട്രോൾ ഡി സി ഡ്രൈവ്സിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ മോട്ടറിങ് കൺട്രോൾ പഠിച്ചത് കണക്ക് തന്നെ ഇവിടെയും നിങ്ങൾ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം അറിയണം. അതേ കണക്ക് തന്നെ ഇതിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേവ് ഫോം എങ്ങനെ വരും എന്നുള്ളതും അറിയണം. നമുക്ക് ആദ്യമായിട്ട് എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിങ്? പല തവണയും നമ്മൾ ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നും കൂടെ പറയാം. ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇത് മെയിൻലി ഇറ്റ് ഹാപ്പൻസ് ഇൻ ട്രാക്ഷൻ അല്ലെങ്കിൽ ഹോയിസ്റ്റ് ലോഡ് ഓപ്പറേഷൻസിലാണ് നടക്കുന്നത്. ഈ ട്രാക്ഷൻ്റെ കേസിൽ ഡൗൺവേർഡ് മോഷൻ്റെ സമയത്തും അതേ കണക്ക് തന്നെ നമ്മൾ ഹോയിസ്റ്റിൽ ലോവറിങ് ഓഫ് ദ ലോഡ്, അത് ഞാൻ നിങ്ങൾക്ക് ഒരു തവണ ക്ലാസ്സിൽ ഒരു പുള്ളിയും ഒരു MT കേജും ഒരു ലോഡഡ് കേജും വെച്ച് ക്ലാസ്സിൽ അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് അച്ചീവ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ട്രെയിൻസ് ആണ്. അപ്പം അതിൽ ഈ ഡൗൺവേർഡ് മോഷൻ്റെ സമയത്തും അതേ കണക്കിന് ഈ ലോവറിങ് ഓഫ് ലോഡ് ആൻഡ് ഹോയിസ്റ്റ് ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ മോട്ടറിൻ്റെ സ്പീഡ് റേറ്റഡ് നോ ലോഡ് സ്പീഡിനെക്കാട്ടിയും വളരെ ഹൈ ആയിട്ട് വരും. മോട്ടറിൻ്റെ സ്പീഡ് റേറ്റഡ് നോ ലോഡ് സ്പീഡിനെക്കാട്ടിയും വളരെ ഹൈ ആയിട്ട് വരും. ആ സമയത്ത് ഈ മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF എന്ന് പറയുന്നത് നമ്മൾ മോട്ടറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനെക്കാട്ടിയും ഹൈ ആയിരിക്കും. മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് EMF മോട്ടറിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ മോട്ടറിൻ്റെ അക്രോസ് ആയിട്ട് നിങ്ങളിവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്, ഈ കേസിൽ നമ്മൾ മോട്ടറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് വളരെ ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. V അല്ല, VA എന്ന് പറയുന്നതാണ് മോട്ടറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്. ഈ കാണിച്ചിരിക്കുന്ന VA ഇതല്ലേ എൻ്റെ മോട്ടർ. അപ്പോൾ VA എന്നുള്ളതാണ് ഈ മോട്ടറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്, അല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന സപ്ലൈ അല്ല. ഓക്കെ, ഇവിടെ മോട്ടറിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ VA ആണ്. അപ്പോഴത്തേക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ബാക്ക് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ VAനെക്കാട്ടിയും വളരെ ലാർജ് ആയിരിക്കും. അപ്പോൾ ഈ ബാക്ക് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈ VAനെക്കാട്ടിയും ലാർജ് ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് EMF സോഴ്സിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും. കണ്ടോ, നമ്മൾ മോട്ടറിങ് ഓപ്പറേഷൻ്റെ സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇവിടെ ഈ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ റിവേഴ്സ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ഓപ്പറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇനി ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മൾ ചോപ്പർ കൺട്രോൾ DC ഡ്രൈവിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ നമ്മുടെ ഈ ചോപ്പർ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാൻസിസ്റ്ററാണ്. സോ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവുന്ന ഡ്യൂറേഷനിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് E ഈസ് വെരി മച്ച് ലാർജ് ദാൻ ദാറ്റ് ഓഫ് ദ VA. അപ്പോഴത്തേക്ക് ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവുന്ന ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ കറണ്ട് ഫ്ലോയുടെ പാത്ത് എന്ന് പറയുന്നത് ഈ ബാക്ക് EMFൽ നിന്ന് ഇവിടെ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവുന്ന സമയത്ത് ഈ ഡയോഡ് ആ സമയത്ത് ടേൺ ഓൺ ആയിരിക്കത്തില്ല. ഓക്കെ,
സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സമയത്ത് നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബാക്ക് ഇ എം എഫിൽ നിന്ന് ഇതായിരിക്കും നമ്മുടെ കറണ്ട് പാത്ത്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിലായിരിക്കും നമ്മുടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ സമയത്ത് നമ്മുടെ ഈ മോട്ടറിൽ ഉണ്ടായിരുന്ന മെക്കാനിക്കൽ എനർജി അത് രണ്ട് ഫോമിൽ ഡിസിപ്പേറ്റ് ചെയ്തു പോകും. ഒന്നെന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിൽ ഈ റെസിസ്റ്റൻസിലും ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തു പോകും. മറ്റൊന്നെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ടറിൽ ഒരു ഫോം എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിലും ഈ റെസിസ്റ്ററിലുമായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തു പോകും. മറ്റേ ബാക്കിയുള്ള മെക്കാനിക്കൽ എനർജിയുടെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻഡക്ടറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ, സോ ഈ ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ആവുന്ന ഡ്യൂറേഷനിൽ 0 to T1 ഈ സമയത്ത് നമ്മുടെ ഈ ഇൻഡക്ടർ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുവഴി ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡക്ടർ ഈസ് ഗെറ്റിംഗ് ചാർജ്ഡ്. ഇൻഡക്ടർ എവിടെയാണ് ചാർജ് ചെയ്യുന്നത് വെച്ചാൽ IA1 നിന്ന് IA2 ഇൻഡക്ടർ ചാർജ് ചെയ്യപ്പെടും. ഈ ഓപ്പറേഷൻ, അതായത് ഈ 0 to T1 എന്നുള്ള ഓപ്പറേഷൻ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. എന്തുകൊണ്ട് നമ്മുടെ ഈ കറണ്ട് ഫ്ലോയുടെ പാത്ത് ഇങ്ങനെ ലിമിറ്റ് ആയിരിക്കുന്നു, എന്തുകൊണ്ട് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നില്ല? ബിക്കോസ് എന്തായാലും ഈ കാണിച്ചിരിക്കുന്ന ഇ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വി എ ആണ്. സോ വൈ ദ കറണ്ട് ഈസ് നോട്ട് ഫ്ലോയിങ് ത്രൂ ദിസ് പാത്ത്? വളരെ സിമ്പിളാണ് അതിൻ്റെ റീസൺ. കറണ്ട് ഓൾവേസ് പ്രിഫേർസ് ടു ഫ്ലോ ത്രൂ ലോ റെസിസ്റ്റൻസ് പാത്ത്. സോ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു പക്ക ഷോർട്ടാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഷോർട്ട് ആയിരിക്കുന്നത് കാരണം നമ്മുടെ ഈ കറണ്ട് ഈ ഒരു പാത്തായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. കറണ്ട് ഇങ്ങോട്ടൊന്നും പോകാൻ താല്പര്യം കാണിക്കത്തില്ല. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ ഈ ബാക്ക് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി എനെക്കാട്ടിയും വളരെ കൂടുതലാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ എപ്പോഴാണ് നടക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓപ്പറേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ട്രാക്ഷൻ്റെ ഡൗൺവേർഡ് മോഷൻ്റെ സമയത്തും അതേ കണക്ക് തന്നെ ഹോയിസ്റ്റൽ ലോവറിംഗ് ഓഫ് ലോഡ് ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ ആയിരിക്കും. സോ ആ സമയത്ത് നമ്മുടെ മോട്ടർ റൺ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് നോ ലോഡ് സ്പീഡിനെക്കാട്ടിയും വളരെ ലാർജ് ആയിരിക്കും. സോ മോട്ടറിൽ വെരി ലാർജ് എമൗണ്ട് ഓഫ് മെക്കാനിക്കൽ എനർജി ഉണ്ട്. ആ മെക്കാനിക്കൽ എനർജി നമുക്ക് ഇവിടെ രണ്ട് രീതിയിലായിട്ടായിരിക്കും പോകുന്നത്. ഒന്ന് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ചിലും റെസിസ്റ്റൻസിലും ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇൻഡക്ടറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മുടെ ഇൻഡക്ടറിൽ കറണ്ട് ശരിക്കും ചാർജിങ് ആണ് നടക്കുന്നത്. കറണ്ട് വിൽ ബി ചാർജിങ് ഫ്രം IA1 to IA2. ആ വേവ് ഫോമിൽ രണ്ടും IA2 ആയിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു കറക്ഷൻ ഉണ്ട്. അതിൽ ആ താഴെ വരുന്നു എന്ന് പറയുന്നത് IA1, മുകളിൽ വരുന്നതായിരിക്കും IA2. ഈ 0 to T1 എന്നുള്ള ടൈം പീരീഡിനെ നമ്മളിവിടെ പറയുന്നതെന്ന് പറയുന്നത് എനർജി സ്റ്റോറേജ് ഇൻ്റർവെൽ എന്നായിരിക്കും പറയുന്നത്. അതിനെന്തുകൊണ്ട് എനർജി സ്റ്റോറേജ് ഇൻ്റർവെൽ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ സമയത്ത് നമ്മുടെ മോട്ടറിലുണ്ടായിരുന്ന മെക്കാനിക്കൽ എനർജി അത് നമ്മുടെ ഇൻഡക്ടറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡ്യൂറേഷനെ എനർജി സ്റ്റോറേജ് ഇൻ്റർവെൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച്, അതായത് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഈ ചോപ്പർ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പറ്റുന്നത്. ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞത് കണക്കല്ല, ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ആവുമ്പോൾ അപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ ഒരു കാര്യം ഓർക്കുക, ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്ന വി എനെക്കാട്ടിയും കൂടുതലാണ്. സോ ഡെഫിനറ്റ്ലി കറണ്ട് വിൽ ബി ഫ്ലോയിങ് ഫ്രം ഈ കാണിച്ചിരിക്കുന്ന മോട്ടറിൽ നിന്ന് ഈ സോഴ്സിലോട്ട് ഈ സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓഫ് ആവുന്ന ഡ്യൂറേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് T1 to T. അപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ ഈ ഡയോഡ് എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഡയോഡ് ഫ്രീ വീൽ ആവും. ഈ ഡയോഡ് ഫ്രീ വീൽ ആവുന്ന സമയത്ത് എക്സാക്ട്ലി നമ്മുടെ കറണ്ട് ഫ്ലോയുടെ പാത്ത് എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ ഈ ലോഡിന് അക്രോസ് ആയിട്ട് നിങ്ങൾക്ക് ഈ സപ്ലൈ വോൾട്ടേജ് അതേ കണക്ക് കിട്ടുകയും ചെയ്യും. ഒന്നും കൂടെ പറയാം, ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓഫ് ആവുന്ന ഡ്യൂറേഷനിൽ നമ്മുടെ ഈ ബാക്ക് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡെഫിനറ്റ്ലി ഈ സമയത്ത് ഈ ഇൻസ്റ്റൻറ്റിൽ വിനെക്കാട്ടിയും കൂടുതലാണ്. സോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ നിങ്ങളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ലോഡിന് അക്രോസ് ആയിട്ട് ഈ വി എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ കിട്ടും. ക്ലിയർ ആണോ? മോട്ടറിങ് ഓപ്പറേഷനിൽ ശരിക്കും ഈ 0 to T1 എന്ന് പറയുന്ന ഇൻ്റർവെലിനെ ആയിരുന്നു നമ്മൾ അവിടെ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസിൽ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ T1 to T എന്ന് പറയുന്ന ഡ്യൂറേഷനാണ് ഈ കേസിൽ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മോട്ടറിങ് കൺട്രോളിൻ്റെ വേവ് ഫോം എടുത്ത് നോക്കാം. അവിടെ ആ 0 to T1 എന്ന് പറയുന്ന ഡ്യൂറേഷനെ ആയിരുന്നു നമ്മൾ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ,
സോ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഓപ്പറേഷനിൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോയുടെ പാത്ത് എങ്ങനെയായിരിക്കും, ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓഫ് ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോയുടെ പാത്ത്, അതായത് ആ സമയത്ത് ഡയോഡ് കണ്ടക്ഷനിൽ വന്നിട്ട് കറണ്ട് ഫ്ലോയുടെ പാത്ത് എങ്ങനെയായിരിക്കും. ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് 0 to T ഓൺ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ട്രാൻസിസ്റ്റർ സ്വിച്ച് ടേൺ ഓൺ ആവുന്ന സമയത്ത് ഇത് ഷോർട്ട് അല്ലേ, അപ്പോഴത്തേക്ക് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0. വേറെ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഈ ഡയോഡ് ഫ്രീ വീൽ ചെയ്യും, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ലോഡിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സപ്ലൈ വോൾട്ടേജ്. നെക്സ്റ്റ് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ഡെറിവേഷനാണ് പറയാൻ പോകുന്നത്. നമ്മൾ മോട്ടറിങ് കൺട്രോളിൽ ചെയ്ത അല്ലെങ്കിൽ മോട്ടറിങ് ഓപ്പറേഷൻ്റെ സമയത്ത് ചെയ്ത അതേ സെയിം ഡെറിവേഷനാണ്. ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനിഷ്യലി നമ്മളിവിടെ ഡെൽ എന്ന് പറയുന്നത് ഇന്നലത്തെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞായിരുന്നു ഡ്യൂട്ടി റേഷ്യോ. അപ്പോൾ ഇവിടെ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്യൂട്ടി റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡ്യൂട്ടി ഇൻ്റർവെൽ ടു ടോട്ടൽ ടൈം പീരീഡ്. ഇവിടുത്തെ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റർ ടേൺ ഓഫ് ചെയ്തിരിക്കുന്ന ഇൻ്റർവെലിനെയാണ്, അതായത് നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഡയോഡ് ടേൺ ഓൺ ആയിരിക്കുന്ന ഇൻ്റർവെലിനെയാണ് നമ്മളിവിടെ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ് മൈനസ് ഈ ടേൺ ഓൺ ടൈം പീരീഡ്, അതായത് ഇതാണ് ശരിക്കും ഈ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് ലോഡിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ആ ഡ്യൂറേഷനെയാണ് നമ്മൾ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത്. സോ ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം പീരീഡ് മൈനസ് ടേൺ ഓൺ ടൈം പീരീഡ് ആണ്. സോ ഡ്യൂട്ടി ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി മൈനസ് ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി. ഓക്കെ, സോ നമുക്ക് അതേ കണക്ക് തന്നെ ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിൻ്റെ ആവറേജ് വാല്യൂ, അതായത് ഈ കാണിച്ചിരിക്കുന്ന വോൾട്ടേജ് വേവ് ഫോമിൻ്റെ ആവറേജ് വാല്യൂ എനിക്കിവിടെ കണ്ടുപിടിക്കാം. അതും നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് തന്നെ 1/t ഇൻ്റഗ്രൽ ഓഫ്, നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ 0 to T ഓൺ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നത് T1 to T ആണ്. സോ നമ്മൾ ഇൻ്റഗ്രേഷനിൽ ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ 0 to T ഓൺ അല്ല, ശ്രദ്ധിക്കുക, രണ്ടും തമ്മിൽ വളരെ കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരാറുണ്ട്. സോ നമ്മൾ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് സെറ്റ് ചെയ്യേണ്ടത് T1 to TV dt. സോ ഇതിനെ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഡെൽ വി ആയിരിക്കും. പക്ഷേ ഈ കേസിൽ ഡെൽ എന്ന് പറയുന്നത് T1/T അല്ല, പകരം T മൈനസ് T1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T ആയിരിക്കും. ശ്രദ്ധിക്കുക, ഡെല്ലിൻ്റെ വാല്യൂ നിങ്ങൾ T1/T എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തെറ്റായിരിക്കും. നെക്സ്റ്റ് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളടുത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് പല തവണയും പറഞ്ഞു. നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ഓപ്പറേഷനാണ്. സോ കറണ്ടിൻ്റെ പൊളാരിറ്റി അവിടെ മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മാറിയതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബാക്ക് EMF എന്ന് പറയുന്നത് നമ്മുടെ ആ മോട്ടറിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്ന വോൾട്ടേജ് VA-നെക്കാട്ടിയും കൂടുതലായിരിക്കും. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിൻ്റെ പൊളാരിറ്റി അവിടെ ചേഞ്ച് ആവുന്നുണ്ട്. സോ നമ്മളിവിടെ കറണ്ടിൻ്റെ റിലേഷൻ എഴുതുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് E മൈനസ് ഡെൽ വി ബൈ ആർ എ. ഇ മൈനസ് VA-നെയാണ് നമുക്കിവിടെ ഡെൽ വി, ഇതാ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. E മൈനസ് ഡെൽ വി ബൈ ആർ എ ചെയ്യുമ്പോഴായിരിക്കും എനിക്കിവിടെ കറണ്ടിൻ്റെ റിലേഷൻ കിട്ടുന്നത്. മോട്ടറിങ് കൺട്രോളിൻ്റെ കേസിൽ അതും നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി പറഞ്ഞു തരാം. സോ നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഈ സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഈ കാണിച്ചിരിക്കുന്ന ഈ മോട്ടറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ അപ്പ് ടു ഡൗൺ ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ VA-യുടെ വാല്യൂ ഡെൽ വി, VA ഈസ് ഗ്രേറ്റർ ദാൻ E ആണ്. സോ നിങ്ങൾക്ക് ഇവിടെയുള്ള കറണ്ടിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഡെൽ വി മൈനസ് E ഡിവൈഡഡ് ബൈ ആർ എ. വേറസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്ന സമയത്ത് നമുക്ക് VA ഈസിക്കൽ ടു ഡെൽ വി ആണ്, ഇതാണ് നമ്മുടെ കറണ്ട്. സോ നമുക്ക് ഈ കറണ്ടിൻ്റെ റിലേഷനെ E മൈനസ് ഡെൽ വി ഡിവൈഡഡ് ബൈ ആർ എ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. സോ നിങ്ങൾക്ക് നേരത്തെ റിലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് മോട്ടറിങ്ങിൻ്റെ സമയത്ത് ഡെൽ വി മൈനസ് E ബൈ ആർ എ, വേറെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ കേസിൽ E മൈനസ് ഡെൽ വി ബൈ ആർ എ. അതൊന്ന് തന്നെ ആ രണ്ട് റിലേഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും IA-യുടെ പൊളാരിറ്റി ഈസ് ചേഞ്ച്ഡ്. സോ നമ്മൾ സാധാരണ ഇതിന് മുമ്പ് മോട്ടറിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ടോർക്ക് ഈസിക്കൽ ടു K ഇൻറ്റു IA എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തത് കൊണ്ട് ടോർക്ക് ഈസിക്കൽ ടു മൈനസ് K ഇൻറ്റു IA. സോ നമുക്ക് IA-യുടെ റിലേഷനും ഈ ടോർക്കിൻ്റെ റിലേഷനും ഈ രണ്ട് റിലേഷൻസ് യൂസ് ചെയ്തിട്ട് ഇന്നലെ പറഞ്ഞത് കണക്ക് സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് EMF ബൈ 5.
അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടറാണ് കൺസിഡറേഷനിൽ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമ്മുടെ ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ആണല്ലോ. അപ്പോഴത്തേക്ക് ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്ന ഇ എന്ന് പറയുന്നതിൻ്റെ റിലേഷൻ നമുക്കിവിടെ ഐ എ ആർ എ പ്ലസ് ഡെൽ വി എന്ന് എഴുതാം. അതിൽ ആ ഐ എക്ക് പകരം നമുക്ക് അവിടെ ആ മൈനസ് ടി ബൈ കെ എന്നുള്ള റിലേഷൻ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്പീഡിൻ്റെ റിലേഷൻ, ആ റിലേഷനാണ് നമ്മളവിടെ താഴെ ഫൈനലി എഴുതിയിരിക്കുന്നത്. സോ ഈ റിലേഷൻ നമ്മൾ നേരത്തെ മോട്ടറിംഗ് കൺട്രോളിൻ്റെ റിലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, മോട്ടറിംഗ് കൺട്രോളിൻ്റെ റിലേഷനുമായിട്ട് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ആ മോട്ടറിംഗ് കൺട്രോളിൻ്റെ റിലേഷൻ്റെ കേസ് നോക്കുമ്പോൾ ആ സ്പീഡിൽ ആ രണ്ടാമത്തെ ടേം നെഗറ്റീവ് ആയിരിക്കും. വേറസ് ബ്രേക്കിംഗ് കൺട്രോൾ വരുമ്പം ഇത് പോസിറ്റീവ് ആവുന്നു. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നമ്മുടെ കറണ്ടിൻ്റെ പൊളാരിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് കാരണം ടോർക്ക് ഈസിക്കൽ ടു മൈനസ് കെ ഐ എന്നാണ് വരുന്നത്. ഇൻ ദ കേസ് ഓഫ് മോട്ടറിംഗ് ഓപ്പറേഷനിൽ ടോർക്ക് ഈസിക്കൽ ടു കെ ഇൻറ്റു ഐ എന്നായിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ. ഈ ഡെറിവേഷനിൽ നിന്ന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തുനിന്ന് ഒരു സംശയം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കേട്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ആ പേപ്പർ എടുത്ത് ആ ഡെറിവേഷൻ ഒന്ന് എഴുതി നോക്കണം. ആ ഡെറിവേഷനിൽ നിങ്ങളുടെ സംശയം ഇപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച് ക്ലിയർ ചെയ്യുകയും വേണം. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മളിപ്പോൾ മോട്ടറിംഗ് കൺട്രോളിൻ്റെയും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെയും സ്പീഡ് ടോർക്ക് റിലേഷൻ എഴുതിയല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യം മോട്ടറിംഗിൻ്റെ നോക്കാം. അപ്പോൾ ഇവിടെ സ്പീഡ് ടോർക്ക് റിലേഷനിലോട്ട് പോകാം. ഇതാണ് മോട്ടറിംഗ് കൺട്രോൾ. മോട്ടറിംഗ് കൺട്രോളിൻ്റെ സ്പീഡ് ടോർക്ക് റിലേഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടോർക്ക് കൂടുമ്പോൾ സ്പീഡ് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, കുറയും. വേറസ് ബ്രേക്കിങ്ങിൻ്റെ കേസിൽ ടോർക്ക് കൂടുമ്പോൾ സ്പീഡ് എന്ത് തന്നെ ചെയ്യും, കൂടും. വളരെ സിമ്പിളായിട്ട് ഇവിടെയും നിങ്ങൾക്ക് മനസ്സിലാവും. ടോർക്ക് കൂടുന്നു, ഓക്കെ. ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞു വരുന്നു മോട്ടറിംഗ് കൺട്രോൾ. വേറസ് ഇവിടെ നോക്കുമ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സൈഡിൽ ടോർക്ക് കൂടുന്നു, ടോർക്ക് കൂടുമ്പോൾ സ്പീഡും കൂടി വരുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി ഡെല്ല് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂടത്തേ ഉള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഡെല്ലെന്ന് പറയുന്ന രണ്ട് റിലേഷനിലും ഫസ്റ്റ് ടേമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള. ക്ലിയർ ആണല്ലോ. സോ ഇതോടെ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നാളെ നമ്മൾ ഈ മോട്ടറിങ്ങും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെയും പ്രോബ്ലം ചെയ്യും. ഇതിൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഡെറിവേഷനിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്.